ലഹരിക്കെതിരെ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അണിനിരന്ന അസംബ്ലിയും പ്രതിജ്ഞയും ശ്രദ്ധേയമായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മദ്രസകളിൽ സ്പെഷ്യൽ അസംബ്ലിയും ലഹരിക്കെതിരെ പ്രതിജ്ഞയും നടന്നത്. ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എൻ്റെ സഹപാഠികൾക്കൊപ്പം ഞാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നു. ജയ് സമസ്ത, ജയ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളും 1 ലക്ഷത്തോളം അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും സ്പെഷ്യൽ അസംബ്ലിയിൽ അണിചേർന്നു. സമസ്തയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന 10,992 മദ്രസകളിലാണ് ഇന്ന് സ്പെഷ്യൽ അസംബ്ലി ചേർന്നതും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തതും. മുഅല്ലിങ്ങളുടെയും മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അസംബ്ലിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെ നടന്ന മെഗാ ഒപ്പ് ശേഖരണത്തിൽ 10 ലക്ഷം പേർ ഒപ്പുചാർത്തി. മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും വിപണനവും ഉപയോഗവും പൂർണ്ണമായും നിരോധിക്കണമെന്നും ലഹരിക്കെതിരെ നിയമ നടപടികൾ കർശനമാക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 10 ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി സമസ്ത നേതാക്കൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി വ്യാപകമായ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. സദർ മുഅല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടക്കും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസിനോടനുബന്ധിച്ച് നടക്കും. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ നടക്കുന്നത്. മദ്രസകളിൽ സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സഭകൾക്ക് രൂപം നൽകും. ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ 10,000-ൽ പരം മദ്രസകളിലാണ് ഇന്ന് സ്പെഷ്യൽ അസംബ്ലി പ്രതിജ്ഞയെടുത്തത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മുസ്ലിം ഓർഫനേജിൽ നടന്ന അസംബ്ലി കോഴിക്കോട് കാലിയും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലും അന്തമാനിലും കേരളത്തിന് പുറത്ത് GCC, മറ്റു സംസ്ഥാനങ്ങൾ തുടങ്ങിയവയിലെല്ലാം അസംബ്ലി നടന്നു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.